എന്തുകൊണ്ട്? സുഖമായിരിക്കും. പ്രോഗ്രാംസ് ഒക്കെ വളരെ അല്ലേ നമ്മുടെ എല്ലാം പോയി, എല്ലാം ചീറ്റി. അത് വരും, തിരികെ വരും, വരണമല്ലോ. എന്തായാലും പറയാം നേടാം എന്ന ബിഗ് ഗെയിം ഷോയിലോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. നമുക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, പറയാനുണ്ട്, ഒരുപാട് അല്ലേ? അപ്പോൾ വേണു, യെസ്, നേരത്തെ പറഞ്ഞു പ്രോഗ്രാം ഒന്നും ഇല്ലാന്ന്. ആർക്കും ഇല്ല. ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ഈ ഗാനമേളയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, കീബോർഡ്, തബല, അവരൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും. ഞാനൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും ഡബ്ബിംഗ് എങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ആ ജോലി അറിയാൻ മേലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അവരുടെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പറയാം നേടാം ഇതിനകത്ത് 3 സെഗ്മെന്റാണ്. ഒന്ന് കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, പിന്നെ രാജമാണിക്ക്. അപ്പോൾ 3നും ജയിക്കണം. കൂട്ടത്തിൽ തീർച്ചയായിട്ടും വേണു വരുമ്പോഴത്തേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ചില മാനറിസംസ്, ഓരോരുത്തരെ അനുകരിക്കുന്നത്, പിന്നെ വേറെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും. വേറെ എന്തെങ്കിലും അല്ല, എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു കലാകാരനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴ് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോവും. നീ കൊള്ളാമല്ലോ, നിനക്ക് ഇതും അറിയാമായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു ഇത് വരും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് തുടങ്ങാം. ഓക്കെ, കേറി വാടാ മക്കളെ. അപ്പം കേറി വാടാ മക്കളയിൽ 5 ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 2000 രൂപ. പക്ഷേ കൂട്ടോ ഇന്നൊന്ന് കൂട്ടിയെടുക്കാൻ പറ്റുമോ? ഇന്നോ? ഞാൻ നോക്കട്ടെ, ഇത് കഴിയുമ്പോ പറയാം. 2000 4000 ഒക്കെ ഗംഭീരമായിരുന്നു. 2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 4000 രൂപ. അങ്ങനെ ഒക്കെയാണ് മറ്റ് വിശേഷങ്ങൾ. അതായത് എന്തെങ്കിലും ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത് നമുക്ക് പരിപാടിയൊന്നും ഇല്ല, എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കുറേ സംഘടനകൾക്ക്, ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫേസ്ബുക്ക് ലൈവ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 10-100എങ്കിലും. പക്ഷെ അതിനകത്ത് യാതൊരു പ്രയോജനമില്ല നമുക്ക്. പക്ഷെ കുറേ പേർക്ക് എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് കുറേ ചെയ്തു കൊടുത്തു. പിന്നെ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ദിവസവും പൊതി ചോറ് കെട്ടി ഈ റോഡ് സൈഡിലുള്ള, അതായത് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ, അങ്ങനെയുള്ള ഹെൽത്തിൻ്റെ ആൾക്കാർ, അവർക്കൊക്കെ ഒരുപാട് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. ഈ ലോക്ക്ഡൗൺ സമയത്ത് അതൊക്കെ നടന്നിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കെങ്ങും വേറെ പോകാൻ പറ്റില്ല. അത്രയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പം 8 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണോ? 8 മണി തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ 2000 rupees. ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചു. താങ്ക് യു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. തിരിച്ചും പറയും, അതാണല്ലോ ഇതിന്റെ ഒരു അതിന്റെ ഒരു ഇതിപ്പോ ഏതാന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ. എന്നാ നമുക്കൊരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ ഒന്ന്. എനിക്ക് എല്ലാ ആർട്ടിസ്റ്റും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇലയൻ ചേട്ടൻ. ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ഒരു പടത്തിലെ ഇന്ത്യൻ റുപ്പി, അതിൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാന്ന്? ഒരു വഴിപോക്കൻ. വിശന്നു വലഞ്ഞു വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം അറിഞ്ഞു വിളമ്പി തരാൻ ഈ കുട്ടിയാണിച്ച് സന്മനസ്സുണ്ടല്ലോ. ആടു തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശ്രീധരം കൊണ്ടുപോവാ. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. തൽക്കാലം ഈ കൊടുത്താൻ പടിയിറങ്ങാം മക്കളെ. അല്ല തിലകൻ ചേട്ടാ, മുണ്ടക്കയത്തല്ലേ വീട്? ആ മുണ്ടക്കയത്തെ വീട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവള് മാറ്റണോ? അല്ല, കുഴപ്പമൊന്നുമില്ല. കുറെ കുഴപ്പങ്ങൾ അവിടെ കാണിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് കുഴപ്പങ്ങൾ കാണിച്ചത്. അല്ല, തിരുവനന്തപുരത്ത് എവിടെ ഇപ്പൊ താമസം? തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ എങ്ങും താമസിക്കുന്നില്ലല്ലോ. എനിക്ക് എൻ്റെതായ ഒരു സ്വകാര്യ സ്ഥലമുണ്ട്, അവിടെ താമസിക്കുന്നു. ഓ ശരി. അല്ല തിലകൻ ചേട്ടൻ എന്തിനാണ് ഈ അമ്മയിലൊക്കെ വഴക്കിടാൻ പോകുന്നത്? ഞാനൊരു അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു ഒറ്റ അമ്മയുള്ളൂ. ആ അമ്മയോട്ട് ഞാൻ സന്തോഷത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ. ശരി. അപ്പൊ ഇപ്പം സുഖമാണ്. ഒരുപാട് സുഖം, പരമസുഖം, പരമാനന്ദം. അപ്പൊ ഈ സിനിമയിലൊക്കെ പോകുമ്പോഴത്തേക്ക് റെമ്യൂണറേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടിയില്ലേ വാങ്ങിക്കുമല്ലോ. എങ്ങനെ വാങ്ങിക്കും? ചോദിച്ചു വാങ്ങിക്കും, അല്ലെ പിടിച്ചു ചേർത്ത് വാങ്ങിക്കും. അതാ എന്റെ ശീലം. ഞാൻ വളരെയധികം വേണുവിൻ്റെ ഷോസ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിനകത്ത് സാംബശിവനെ അനുകരിക്കുന്ന വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ.
അത് ഒന്ന് ഈ വേദിയിൽ ഒന്ന് കാണിക്കാം. കലാസ്നേഹികളെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. എനിക്കെന്നുള്ളൊരു കലാപ്രസംഗ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ ക്ഷേത്രത്തിൻ്റെ നല്ലവരായ സംഘാടക സുഹൃത്തുക്കൾക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും സ്നേഹനിസ്യമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കലാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ. പിന്നെ ഇദ്ദേഹം ഈ ശബ്ദം മാറ്റുന്ന കാര്യത്തിൽ വലിയൊരു മിമിക്രി കലാകാരനായിരുന്നു വി സാംബശിവൻ സാർ. ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞു വരുന്നത് ചെയിൻ പ്രോഗ്രാം കഴിഞ്ഞ ഒരു ശബ്ദം അടയുമല്ലോ. അപ്പോൾ ഈ ടോണൊന്ന് മാറ്റി പിടിക്കും. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ വിമൽ മിത്രയുടെ പ്രതി എന്ന കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. പ്രതി. നീ പാട്ട് പാടുമ്പോൾ ചത്തൂമരവിച്ച കപിലന്റെ പ്രേതം ചന്തമൈതാനത്തൊരാലിന്റെ കൊമ്പിൽ തൂങ്ങിക്കറങ്ങിയാടുന്നിതാ ചുറ്റും തേങ്ങിക്കരയുന്നു കപിലന്റെ മക്കൾ. നമ്മൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ രണ്ടുപേര് കൂട്ടിമുട്ടുന്ന സന്ദർഭങ്ങൾ അകത്തും പുറത്തുമാണെങ്കിൽ ഒരാൾ പുറത്തുനിന്ന് അപ്പം അകത്തും ആരാ അത് ഇപ്പം പുറത്തേക്കുന്ന ആള് ഞാനെന്ന് പറഞ്ഞ പ്രകാശൻ. എന്താ ഈ പാതിരയ്ക്ക് എന്നെ കാണാൻ വന്നതാ. പാതിരായിക്കാന്നാ കാണുന്നത്? പാതിരായിക്കുള്ള എന്തോ കുഴപ്പം. കുസൃതി ചോദ്യം. ഇലയും പൂവും കായും വരാത്ത വള്ളി എന്താണ്? ഇലയും പൂവും കായും വരാത്ത വള്ളി ഏതാണ്? ക്ലൂ വേണോ? ക്ലൂ വേണം. തമിഴില് അത് ഓക്കെ, മലയാളത്തിൽ അത് ഓക്കെ അല്ല. അതൊരു വള്ളിക്കെട്ടായിരിക്കാറല്ലോ. അതെന്താണ് ശ്രീമാറേട്ടാ? എനിക്ക് മനസ്സിലാകുന്നില്ല. പറയട്ടെ, ഞാൻ നല്ല ക്ലൂ ആ തന്നത്. പക്ഷെ ഞാൻ ആ ക്ലൂ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കിക്കൊള്ളൂ. പറയട്ടെ, തലമുടി. ഏറാമിന്റെ ആ എന്താണ് ഒരു നടത്തയുണ്ടല്ലോ, അതൊന്ന് ഞങ്ങളുടെ ഫ്ലോറിലൊന്ന് കാണിച്ചു തരാമോ? നമസ്കാരം ജയറാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങനെ പോകുന്നു. അമൃതയിൽ ഇങ്ങനെ ഒരു പരിപാടി ശ്രീകുട്ടൻ നടത്തുന്ന അറിഞ്ഞപ്പോൾ കാണാൻ വളരെ സന്തോഷം തോന്നി. വിളിച്ചു, ഞാൻ വന്നു. പടങ്ങള് എന്ത് പടം? പഴയ പടങ്ങളൊക്കെ വീട്ടിലിരുന്ന് കാണാനുള്ളൊരു അവസരം കൂടിയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ സുഖമാണോ? വേറൊന്നുമല്ല, എനിക്ക് ജയറാമിൻ്റെ അടുത്തൊരു വലിയ നമസ്തേ പറയാനുണ്ട്. കാരണം ഇതുപോലൊരു ഷോയിൽ പണ്ടിരുന്നപ്പോഴ് ഞാൻ ലാസ്റ്റിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് 10,000 രൂപ സമ്മാനമായി കിട്ടിയെന്ന് അറിയാതെ പറഞ്ഞു. ഞാൻ എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്, അതെല്ലാം ആക്കിയിട്ടില്ല. അദ്ദേഹം വന്നിരുന്നിട്ട് ഒരു മിമിക്രിയിൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ചിരിച്ച് 10,000 രൂപ സമ്മാനമായിട്ട് അവസാനം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഇട്ടാലും അണ്ണൻ MG അണ്ണൻ ഒരു 10,000 ലൈക്ക്. അതുകൊണ്ട് എനിക്ക് ജയറാമിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് താങ്കളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അത് നമ്മൾ തന്ന ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. ജനം തന്ന ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. ഓക്കെ. എനിക്ക് ശ്രീമാറേട്ടൻ്റെ ഒരു ഈ സ്വരങ്ങൾ പാടുന്ന കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തെങ്കിലും ശ്രീമാറേട്ടൻ ഇഷ്ടമുള്ള എന്തെങ്കിലും സ്വരങ്ങൾ ഒരു 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 സരിഗമപനി പപമമരിരി സരി സ സരിഗമപനി പപമമരിരി സരി സ മഗമപനി പമഗമരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സ രിസനി പസനി പമനി പമരിരി സരിഗമ പസനി സരി സനി പമരി സ രിസനി നി പപമമരിരി സനി സരി സമഗപമനി പസനി രി സമരി സനി പരി സനി പമഗമരി സരി സ്വാമിനാഥ പരിപാലയാശുമാ സത്യം പറഞ്ഞാൽ ശ്രീമാറേട്ട ഇവിടെ ഉള്ള സത്യം പറയാം. ഞാൻ പണ്ട് ചേട്ടൻ രാഗ്വീലിൻ രാഗസദസ്, അതെ
സ്വരരാഗ അതിനെ സ്വരരാഗമേ. അത് ഞാനൊരു 1000-ൽ കൂടുതൽ തവണ കേട്ടിട്ടുണ്ട് ആ പാട്ട്. അതാണ് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി പാടിയ 1-2 പാട്ടുകളിൽ ഒരു പാട്ട്. ആദ്യത്തെ ലിസ്റ്റുകളിൽ അതെ. ഗാനമേളയ്ക്ക് സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരൻ, 7 സ്വരങ്ങളും. അതിന്റെ ഹൈപ്പിച്ച് വരുന്ന സ്ഥലമാണ്. ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ചൊരിയും അളവിലിളമിഴികളിളകിയതിൽ മൃദുല തരളവ ചലന നടനമുതിരൂ. ഇത് ഇത്രയും സ്ഥലം പോകണമല്ലോ. അപ്പൊ ഈ ഉറക്കമൊക്കെ നിന്നിട്ട് ഈ സെക്കൻഡ് പ്രോഗ്രാം അടിക്കുന്ന സമയത്ത് അപ്പൊ ആ സ്ഥലം പുള്ളിക്ക് പാടാൻ ബുദ്ധിമുട്ടുള്ള പുള്ളിക്ക് മനസ്സിലായപ്പോ പുള്ളി പാടി വെച്ചു കൊടുത്ത് ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ചൊരിയും അളവിലിളമിഴികളിളകിയത് മൃദുല തരളവ ചലന നടനമുതി. മുമ്പിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ നിശബ്ദരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗാനമേള തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കണം. 7 സ്വരങ്ങളും ഹമ്മിങ് വീണിങ്ങി ദൂരക്കള. ഇത് പലരും പല പാട്ടിനുണ്ട്. മറ്റേ ഇതില്ലേ ഗംഗേ, അതിനുണ്ട്. പിന്നെ പ്രമോദവനത്തിനുണ്ട്. ആ മേളില് കുറച്ച് ഒരു 10-14 ബാർ പിടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് മുമ്പിലിരിക്കുന്ന പിള്ളേർ മിണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. വളരെ കഷ്ടപ്പെട്ട് പാടിക്കൊണ്ടിരിക്കും. പിന്നെ ബാക്കി അടുത്ത പാട്ട്. ഇത് വേണു ഭയങ്കര സീരിയസ് ആയ എന്ന് ഞാനൊരു വാർത്ത കേട്ടു. കാരണം സാധാരണ മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ചിരിച്ചൊക്കെ പോകുന്നത്, വേണു ഭയങ്കര ഒതുങ്ങിയിട്ട് അങ്ങ് സീരിയസ് ആയെന്ന് കേട്ടു. അതെന്താണ് അതിന്റെ കാര്യം? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. സീരിയസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണോ? ജീവിതത്തിലുള്ള മാറ്റങ്ങൾ മാത്രം. ഞാൻ എൻ്റെ ബാല്യത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ കുടുംബം അന്വേഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കുടുംബത്തെ കാര്യങ്ങൾ പൂർണ്ണമായും ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ ചുമലിലേക്ക് വരുന്നൊരു സമയമുള്ളൂ. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 16-17 വയസ്സായപ്പോൾ മുതലേ ഞാൻ അതൊക്കെ അനുഭവിച്ചു. അന്ന് മുതലേ ഞാൻ പക്ക സീരിയസ് ആണ് ആള്. പിന്നെ ഇതെല്ലാം ഒരു വേഷം കെട്ടലായിട്ട് കണ്ടുകൊണ്ട് പിന്നെ ഇതിൻ്റെ പുറകെ പോയി ഇതിന് പൈസ കിട്ടുന്നു. ആ പൈസ കൊണ്ട് നമ്മുടെ ജീവിതമാർഗം എന്താ പറയുക ഭദ്രമാക്കാമെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ ഇറങ്ങി. പക്ഷേ എങ്ങും തോറ്റിട്ടില്ല. പോക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുള്ളതാണ്. അതിനോട് അച്ഛനോടും അമ്മയോടും അതിന് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ ഈ എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാമെന്ന്. 10-25 പടത്തിൽ അഭിനയിച്ചു, പോരാ. ജനം ശ്രദ്ധിക്കുന്ന ക്യാരക്ടർ റോളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിനൊരു മനസ്സിലൊരു പ്രയാസം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യം വെച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ വന്ന കാലഘട്ടം വെച്ചിട്ടും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ ചാനലിൽ വന്ന് എന്തെങ്കിലും ഒരു എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്ത ആള് അടുത്ത സെക്കൻഡ് സെലിബ്രിറ്റിയാണ്. പിന്നെ അവരാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ സാറേ? ചേട്ടൻ അറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഉത്സവ പറമ്പുകളും പള്ളിപ്പറമ്പുകളും ഫൈനാൻസ് സൊസൈറ്റികളുടെ പ്രോഗ്രാമുകളും ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റ് വാല്യൂ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പലർക്കും അറിയാം. എന്നിട്ട് പോലും നമ്മളെ സിനിമയിലോട്ടൊരു നല്ല വേഷത്തിന് വിളിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം. കാരണം ഇന്നലെ വന്ന പിള്ളേർ ഇന്ന് സ്റ്റാർ ആവുന്നു സിനിമയിലും എല്ലായിടത്തും. അതൊരു വിഷമമാണ്. അതെൻ്റെ സ്ഥായിയായി ഭാവമായി മാറായിരുന്ന മതിയായിരുന്നു. ഒരിക്കലും മാറത്തില്ല. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പം വേണ ഒരു വലിയ സ്റ്റാർ ആയിട്ട് വരും. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലസ് യു. അല്ല, ഞാൻ പറയാം, ഞാൻ വളരെ ബാല്യത്തിൽ അങ്ങയുടെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഗാനമേള ശ്രീമാരേട്ടനെ സൂചിപ്പിക്കുന്നില്ല. ഞാൻ ചേട്ടനോട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദൈവമേ ദൂരെ മാറിയെന്ന് ആൾക്കൂട്ടത്തിനിടെ ഇങ്ങനെ എത്തി നോക്കിയെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളെ എൻ്റെ കൂടെ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് കാണുമ്പോൾ. പക്ഷേ നമ്മൾ ആദ്യം ബഹ്റിനിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ കാലത്തൊട്ട് ഒഴിച്ച് കയറാൻ. കാരണം അതൊക്കെ നമുക്ക് ദൂരെ നിന്ന് കണ്ടവരെ നമ്മുടെ സുഹൃത്തുക്കളാക്കാനും അതല്ല അവർ നമ്മൾ സ്വന്തം ആളിനെ പോലെ ആക്കിയെടുക്കാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യത്തെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അതെ, അങ്ങനെ പോകുന്നു. വേണു നമ്മുടെ മധുച്ചേട്ടൻ ഇപ്പം വളരെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ് നമ്മുടെ മലയാള സിനിമയിൽ. അദ്ദേഹത്തിനെ ഒന്ന് അനുകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയുടെ അല്ലേ എല്ലാം കാർന്നവരാണ്. ആ കാർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാർ ഇതുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ അദ്ദേഹമാണ് ചോദ്യം ചോദിക്കാനിരിക്കുന്നെങ്കിൽ, ആദ്യത്തെ മലയാള സിനിമ എവിടെയാണ് ഉണ്ടായത് എന്ന ചോദ്യമാണ് അടുത്തത്.
ബാംഗ്ലൂരിൽ, എറണാകുളത്ത്, മദ്രാസിൽ. എവിടെയാണ് ഇതുണ്ടായത്? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ സി അടൂർ. ഉത്തരം വരെ തിരുവനന്തപുരം. വളരെ കറക്റ്റാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് മൂന്നിലും ഇല്ലാത്ത ഉത്തരം. അപ്പം സി മാംഗ്ലൂർ ആണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. മാംഗ്ലൂർ ഉത്തരം ശരിയാണ്. Congratulations. Very good, very good. ഷബീർ, താങ്ക് യു. അടിപൊളി. അപ്പൊ ഒരു കുസൃതി ചോദ്യമാണ്. ആ, കേരളത്തിലെ ദൈവമുള്ള ഒരു ജില്ല ഏതാണ്? കേരളത്തില് ദൈവമുള്ള ഒരു ജില്ല. ദൈവമുള്ള ജില്ല. എന്തൊക്കെ പുള്ളിയുടെ മുഖം ഒരുമാതിരി ജഗദീഷ് പറയുന്നത് ഷബീർ. കാക്ക തൂറി എന്നാ തോന്നുന്നത്. ദൈവമുള്ള ജില്ല. അങ്ങനെയൊക്കെ ഒരു ജില്ല. അങ്ങനെയുണ്ട്. വേറെ ജില്ലയില്ലേ? ജില്ലയില് എറണാകുളം ജില്ലയിലെ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ഷബീറേ, ആലപ്പുഴ. സമയം കഴിഞ്ഞോ? തോറ്റെങ്കിൽ തോറ്റെന്ന് പറഞ്ഞേ, വിട്ടെങ്കിൽ വിട്ടെന്ന് പറഞ്ഞേ. വിട്ടുകൊടുക്ക. പിടിക്കുന്നേ പിടി, അല്ലേ വിടുന്നേ വിട്. ക്ലൂ ഉണ്ടാ സർ? അത് ക്ലൂ ചോദിച്ച ശീലമായി. ക്ലൂ ചോദിച്ച ശീലമായി പോയി. അങ്ങേ അറ്റത്താ. ആ, കാസർഗോഡ്. പിടിച്ചു. ഓക്കെ, ഞാൻ അങ്ങ് അറ്റത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ അടി അങ്ങ് കാസർഗോഡ്. അറ്റത്ത് പോയി. അതിലൊരു ഗോഡുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സോമേട്ടൻ എന്ന് കാണിച്ചാലോ? എം ജി. ഞങ്ങൾ രണ്ടുപേരുടെ ഇനിഷ്യൽ ഒന്നാണ്. എം ജി സോമൻ. അല്ല, എനിക്കത് പറയാൻ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ, ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. ബഹുമാനപ്പെട്ട അണ്ണന്മാർ മുഴുവൻ പത്തനംതിട്ട ആണല്ലോ. സിനിമകളെ അറിയാലോ. സോമേട്ടൻ്റെ എൻ്റെ അവസാനത്തെ സിനിമ ലേലത്തിലെ നേരാതിരുമീൻ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തിന് അപ്പൻ്റെ ശവം ഇറക്കി ഇതാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എൻ്റെ 10ാമത്തെ പിറന്നാള്. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എൻ്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് നടക്കുമ്പോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കിയോ തിരുമേനി. ദേണ്ട ഈ നീളത്തിലുള്ള കൃമികള് അപ്പൻ്റെ മൂക്കീനും വായിന്നും. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പൻ്റെ ശവത്തിന് ടാട്ടിയത് എടുത്ത് തെമ്മാടിക്കുടി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വിയർക്കുന്ന കാശ് കൊണ്ട് അപ്പവും നിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസിലും ബെൻസയിലും കയറി നടക്കുന്ന വാലുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നടാ തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ ഇറവറൻസ്, ബഹുമാനക്കുറവ്. മനസ്സിൽ വെച്ചോ തിരുമേനി. ഐ ആം ഔട്ട് സ്പോക്കൺ. വാടാ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എണ്ണീറ്റ് നിന്ന് കൈഡി. അങ്ങനെ വേണം ചേട്ടാ. ഗംഭീരമായിരുന്നു. ഇത്രയും ഡയലോഗ് ഇങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കഴിവ് തന്നെയാണ്. ആ കഴിവിനെ ബഹുമാനിക്കണം. അല്ല ചേട്ടാ, എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുള്ള ആളാണ്. 5 വർഷം ഞാൻ അഭിനയത്തോടുള്ള എൻ്റെ ഒരു വലിയ ആർത്തിയായിരുന്നു അഭിനയിക്കുക എന്നതാണ്. അപ്പോൾ അതിന് 5 വർഷം ഞാൻ പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് നീണ്ട ഡയലോഗുകളെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് ഹൃദയസ്ഥമാക്കി നമുക്ക് പെട്ടെന്നൊരു ഡയലോഗ് കിട്ടിയ പെട്ടെന്ന് നമ്മളത് ബൈഹാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അതാണ് അവിടെ ആ തട്ടകത്തിൽ നിന്ന് കിട്ടിയൊരു ഗുണം. ഗുഡ്. ഇനി വേണുവിൻ്റെ ഒരു പാട്ടിന് ശേഷമേ ഞാൻ ആ സ്റ്റെല്ലയെ പരിചയപ്പെടുത്തി എടുക്കുന്നുള്ളൂ. ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. സുന്ദരി ആ സുന്ദരി സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമൊഴിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാര മാറിൽ ചാത്തി അരണ്യമേ നീ വന്നു സുന്ദരി.
ബ്യൂട്ടിഫുൾ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മ കൊല്ലത്തുള്ള ആശ്രാമത്തിലുള്ള ഒരു സ്റ്റേജിലോട്ട് പോയി. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ദേവരാജൻ മാസ്റ്റർ മുമ്പിൽ എനിക്ക് ഈ പാട്ട് പാടാൻ സാധിച്ചു. ഈ സുന്ദരി എന്തൊരു വിറയലായിരുന്നു അറിയാം. കാരണം എന്ന് വെച്ചാൽ സുന്ദരി ഇങ്ങനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിലിരിക്കുക, ഞാൻ പാടുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്നെ ഇങ്ങനെ നോക്കി, നീ പാട് എന്നൊക്കെ ഞാൻ ചിരി കുറവാണല്ലോ. അതൊന്നുമില്ല, അത് ഉള്ളതുപോലെ തുറന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ അങ്ങോട്ട് പോയി. മൃഗ കൂടി. അതെ.